നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വെണ്ടയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മാൽവേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏബിൾമോസ്കസ് എസ്കുലാന്തസ് എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ വെണ്ട എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇത് ലേഡീസ് ഫിംഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പച്ചക്കറി വിളയായ വെണ്ടയ്ക്ക ധാരാളം പോഷകമൂല്യങ്ങൾ ഉള്ളതാണ്. ആഫ്രിക്കൻ ജന്മദേശമായ ഈ സസ്യം വരണ്ട കാലാവസ്ഥയിൽ കൃഷി ചെയ്യപ്പെടുന്നതാണ്. മാംസ്യവും കൊഴുപ്പും ധാരാളം അടങ്ങിയിട്ടുള്ള വെണ്ടയ്ക്ക കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ്. ടെറസിലും മണ്ണിലും ധാരാളമായി ഇതിനെ വളർത്താറുണ്ട്. വിത്ത് പാകിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നതിന് മുന്നായി വിത്ത് 2 ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഏകദേശം 1/2 മീറ്റർ തൊട്ട് 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ നീളത്തിലായിരിക്കും. ഇത് രോമാവൃതവുമാണ്. ഇതിൻ്റെ കായകൾ നമ്മളെന്നും ഉപയോഗിക്കുന്നതാണ് വെണ്ടയ്ക്ക. അത് നീളത്തിൽ കാണപ്പെടുന്നു. പലതരത്തിലുള്ള വെണ്ടയ്ക്കകളുണ്ട്. നിലവെണ്ട, ആകാശവെണ്ട, ആനക്കൊമ്പൻ വെണ്ട തുടങ്ങിയവ. കൂടാതെ മികച്ച ഇനം ചില വെണ്ടകളാണ് അർക്ക, അനാമിക, സത്കീർത്തി, സുസ്ഥിര തുടങ്ങിയവ. ഇതിൽ അർക്ക, അനാമിക തുടങ്ങിയവയ്ക്ക് ശാഖകൾ ഇല്ലാത്തതാണ്. ഇതിൻ്റെ പൂക്കൾ മഞ്ഞയോ വെളുത്തതോ ആയിരിക്കും. സാധാരണയായി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും വേനൽക്കാല വിളയായി ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് വെണ്ടയ്ക്ക കൃഷി ചെയ്യാറുള്ളത്. ഇതിൻ്റെ പ്രധാനമായ ഔഷധയോഗ്യ ഭാഗങ്ങൾ കായയും ഇലയുമാണ്. ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ, പെക്റ്റിൻ, സ്റ്റാർച്ച് തുടങ്ങിയ ഘടകങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇളം വെണ്ടയ്ക്ക രാവിലെ ചവച്ചരച്ചു തിന്നുന്നത് ആരോഗ്യ പോഷണത്തിന് നല്ലതാണ്. ശുക്ലവും മൂത്രവും വർദ്ധിപ്പിക്കുന്നതിന് വെണ്ടയ്ക്ക നല്ലൊരു ഔഷധമാണ്. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, വാത സംബന്ധമായ അസുഖങ്ങൾ, നീര്, വേദന തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ വെണ്ടക്കായ നമ്മൾ കൂട്ടാത്തവരാരും ഉണ്ടാവില്ല. സാമ്പാറിലെ പ്രധാനപ്പെട്ട കഷ്ണമാണ് വെണ്ടക്കായ. ഭയങ്കരമായ അത്ഭുതമായ ഫലസിദ്ധി ഉള്ളതാണ്. അത് പോഷകമാണ്. അതിൽ ധാരാളം മൈക്രോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻസ്, സിങ്ക്, കാൽഷ്യം, മെഗ്നീഷ്യം, ഇങ്ങനെ അത്യധികം ഈ മൈക്രോ എലമെൻറ്റ്സ് കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വെണ്ടക്കായ. മാത്രമല്ല അതിലൊരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് ശരീരത്തിന് വളരെ വെണ്ടക്കായയിലെ കൊഴുപ്പ്. അതുകൊണ്ട് ദിവസേന വെണ്ടക്കായ ഉപ്പേരി വെച്ച് കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ സ്വരസം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോഷണമാണ്. അതിന് വേറൊരു ഗുണം, ഈ ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കും. അതുമാത്രമല്ല അതിൻ്റെ ഈ സ്വരസം എടുത്തിട്ട് ഈ കുറച്ച് ലേശം നീരെടുത്തിട്ട് അതിൽ വെച്ചൊരു ലേശം നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന പറയും. പിന്നെ ഇതിൻ്റെ ഇലയിൽ ഒരു വഴുവഴുപ്പുണ്ട്, ഒരു ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നമ്മൾ ഈ മിറ്റം അണിയുന്ന അരിമാവിൽ ഇത് ചേർത്തിട്ടൊന്ന് സ്നിഗ്ധമാക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ഇലയുടെ നീരെടുത്തിട്ട് ദിവസേന അകത്തേക്ക് കഴിക്കുക. ഈ ഇല അരച്ച് താളിയാക്കിയിട്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ സ്കിന്ന ആൾക്കാർക്ക് സ്കിന്ന് നല്ല മൃദുത്വം വരും. ഈ സോപ്പിനൊക്കെ അലർജിയുള്ള ആൾക്കാർക്ക് ഈ വെണ്ടയുടെ ഇല എടുത്തിട്ട് മറ്റേ താളി പോലെ ആക്കിയിട്ട് തേച്ച് കഴുകിക്കഴിഞ്ഞാൽ ചളിയും പോവും, ആ ഡ്രൈനെസ്സും പോവും, തൊലിക്ക് മൃദുത്വം വരും.